യുഎന്നിൻ്റെ രണ്ടാമത്തെ ഘടകമായ രക്ഷാസമിതി. രക്ഷാസമിതിയിലെ അംഗങ്ങൾ 15 ഇതിൽ 5 സ്ഥിര അംഗങ്ങളുണ്ട്. 2 വർഷത്തെ കാലയളവിൽ തിരഞ്ഞെടുക്കുന്ന 10 താൽക്കാലിക അംഗങ്ങളുണ്ട്. അങ്ങനെയാണ് മൊത്തം 15 അംഗങ്ങൾ. രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളാണ് ചൈന, ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, USA. രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾക്കുള്ള പ്രത്യേക അധികാരമാണ് വീറ്റോ പവർ. രക്ഷാസമിതിയിലെ അധ്യക്ഷന്റെ കാലാവധി 1 മാസമാണ്. ഐക്യരാഷ്ട്രസഭയുടെ കാര്യനിർവഹണ വിഭാഗമാണ് രക്ഷാസമിതി. രക്ഷാസമിതിയിലെ ഒരു പ്രമേയം പാസാക്കാൻ വേണ്ട വോട്ടുകളുടെ എണ്ണം 9. ഇതിൽ 5 സ്ഥിരാംഗങ്ങളുടെ വോട്ട് നിർബന്ധമായി ഉണ്ടായിരിക്കണം. സ്ഥിര അംഗങ്ങൾ അറിയപ്പെടുന്നത് P5 അഥവാ പെർമനന്റ് 5 എന്നും അല്ലെങ്കിൽ B5 അഥവാ ബിഗ് 5 എന്നും അറിയപ്പെടുന്നു. 2 വർഷം മാത്രം കാലാവധിയുള്ള അസ്ഥിരാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പൊതുസഭയാണ്. 2011 ശേഷം UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗമായി എതിരില്ലാതെ ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടത് 2021 8ാം തവണയാണ്. ഏറ്റവും കൂടുതൽ തവണ UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗമായ രാജ്യമാണ് ജപ്പാൻ, 11 തവണ. UNOയുടെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ രക്ഷാസമിതിയാണ്. എൻഫോഴ്സ്മെന്റ് വിങ് ഓഫ് UN എന്നറിയപ്പെടുന്ന ഘടകം കൂടിയാണ് രക്ഷാസമിതി. രക്ഷാസമിതി വികസിപ്പിച്ച സ്ഥിരാംഗ പദവി നേടുവാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G4. ഇന്ത്യ, ജപ്പാൻ, ബ്രസീൽ, ജർമ്മനി എന്നിവയാണ് ഈ G4-ലുള്ളത്. G4 കൂട്ടായ്മയെ എതിർക്കുന്ന രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് യുണൈറ്റിംഗ് ഫോർ കൺസെൻസ്. യുണൈറ്റിംഗ് ഫോർ കൺസെൻസ് എന്ന സംഘടന അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോഫി ക്ലബ്ബ്. ഇനി അടുത്ത് സുരക്ഷാ സമിതിയുടെ ചുമതലകൾ. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുക, ആയുധ നിയന്ത്രണ ഉടമ്പടികൾ ആസൂത്രണം ചെയ്യുക, അക്രമങ്ങൾക്കെതിരെ ഉപരോധവും സൈനിക നടപടിയും സ്വീകരിക്കുക, പുതിയ അംഗങ്ങളെ സ്വീകരിക്കാൻ ശുപാർശ ചെയ്യുക, സെക്രട്ടറി ജനറലിന്റെ നിയമനം സംബന്ധിച്ച് പൊതുസഭയ്ക്ക് ശുപാർശ നൽകുക. താൽക്കാലിക അംഗങ്ങൾ പൊതുസഭയിലെ 2/3 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. താൽക്കാലിക അംഗങ്ങൾ പൊതുസഭയിലെ 3/2 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2 വർഷം പൂർത്തിയായ രാജ്യത്തിന് ഉടൻ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള അവകാശമില്ല. ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങൾക്കും പ്രാതിനിധ്യം ലഭിക്കുന്ന രീതിയിലാണ് താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി എന്താണ് വീറ്റോ നോക്കാം. വീറ്റോ അധികാരം. ഒരു സ്ഥിരാംഗത്തിന്റെ നിഷേധ വോട്ടിനെ തീരുമാനത്തെ തന്നെ തടയാൻ കഴിയും. ഈ നിഷേധ വോട്ടിനെയാണ് വീറ്റോ എന്ന് വിളിക്കുന്നത്. വീറ്റോ അധികാരം ഒരു നെഗറ്റീവ് വോട്ടാണ്. താൽക്കാലിക അംഗങ്ങൾക്ക് വീറ്റോ അധികാരമില്ല. ഒരു സ്ഥിരാംഗം എതിരായി വോട്ട് ചെയ്താൽ സുരക്ഷാ സമിതിയിലെ ഒരു പ്രമേയവും പാസ്സാവുകയില്ല. വൻ ശക്തികളുടെ, പ്രത്യേകിച്ച് സ്ഥിരാംഗങ്ങളുടെ എതിർപ്പ് മൂലം വീറ്റോ അധികാരം റദ്ദാക്കാനോ ഭേദഗതി ചെയ്യാനോ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇനി സാമ്പത്തിക സാമൂഹിക സമിതി. അന്താരാഷ്ട്ര സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയാണ് ഈ സമിതിയുടെ ചുമതല. യുഎന്നിന്റെ പ്രത്യേക ഏജൻസിയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ഘടകം കൂടിയാണ് സാമ്പത്തിക സാമൂഹിക സമിതി. സാമ്പത്തിക സാമൂഹിക സമിതിയുടെ അംഗസംഖ്യ 54. അംഗങ്ങളുടെ കാലാവധി 3 വർഷം. യുഎന്നിന്റെ രാഷ്ട്രീയേതര സംഘടന എന്നറിയപ്പെടുന്നത് ഈ യുഎന്നിന്റെ രാഷ്ട്രീയേതര സംഘടന എന്നറിയപ്പെടുന്നത് ഈ സാമ്പത്തിക സാമൂഹിക സമിതിയാണ്. ഇനി അടുത്ത സെക്രട്ടേറിയറ്റ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ ദൈനംദിന ഭരണം നടത്തുന്ന ഘടകമാണ് സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റിന്റെ ഭരണ തലവനാണ് സെക്രട്ടറി ജനറൽ. ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഈ സെക്രട്ടറി ജനറൽ. സുരക്ഷാ സമിതിയുടെ നിർദ്ദേശപ്രകാരം പൊതുസഭയാണ് സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത്. സെക്രട്ടറി ജനറലിന്റെ ഔദ്യോഗിക കാലാവധി 5 വർഷമാണ്. കാലാവധി പൂർത്തിയായ വീണ്ടും ഈ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടാൽ ഇദ്ദേഹം അർഹനാണ്. UN സ്ഥിരാംഗങ്ങളിലെ പൗരന്മാർക്ക് സെക്രട്ടറി ജനറലായി മത്സരിക്കാൻ സാധിക്കുകയില്ല. UN സെക്രട്ടറി ജനറൽ ആയ ആദ്യ വ്യക്തിയാണ് ട്രിഗ്വേലി. അദ്ദേഹം നോർവേക്കാരനാണ്. യുഎന്നിന്റെ ആദ്യ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലാണ് ലൂയിസ് ഫെക്കറ്റ്. സെക്രട്ടറി ജനറലിന്റെ ഔദ്യോഗിക വസതിയാണ് സട്ടൺ പ്ലേസ്. ഇനി അടുത്ത് ട്രസ്റ്റർഷിപ്പ് കൗൺസിൽ. യുഎൻഎയുടെ പ്രവർത്തനരഹിതമായ ഘടകമാണ് ട്രസ്റ്റർഷിപ്പ് കൗൺസിൽ. പൂർണ്ണമായും സ്വയംഭരണാവകാശം നേരിട്ടില്ലാത്ത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. യുഎന്നിന്റെ കീഴിലുള്ള 11 ട്രസ്റ്റ് പ്രദേശങ്ങളുടെ ഭരണ നടത്തിപ്പിനായിരുന്നു ട്രസ്റ്റർഷിപ്പ് കൗൺസിൽ രൂപീകരിച്ചത്. ട്രസ്റ്റ് പ്രദേശങ്ങൾ സ്വതന്ത്രമായതോടെ ട്രസ്റ്റർഷിപ്പ് കൗൺസിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു. ട്രസ്റ്റർഷിപ്പ് കൗൺസിലിന്റെ സമ്മേളനം നടക്കുന്നത് 2 വർഷത്തിലൊരിക്കലാണ്. ഒരു ഭൂരിപക്ഷ തീരുമാനം ഉണ്ടാകുന്നതുവരെ ട്രസ്റ്റർഷിപ്പ് കൗൺസിലിന്റെ സമ്മേളനങ്ങൾ നിർത്തലാക്കിക്കൊണ്ട് പ്രമേയം പാസാക്കിയ വർഷം 1994 മെയ് 25. ട്രസ്റ്റർഷിപ്പ് കൗൺസിൽ പ്രവർത്തനരഹിതമായ വർഷം 1994 നവംബർ 1.
യുഎന്നിൻ്റെ അവസാന ട്രസ്റ്റ് ടെറിട്ടറി ആയിരുന്ന രാജ്യമാണ് പലാവ്. അവസാനം സ്വാതന്ത്ര്യം നേടിയ ട്രസ്റ്റ്ഷിപ്പ് രാജ്യമാണ് പലാവു. പലാവു സ്വതന്ത്രമായതോടുകൂടി ട്രസ്റ്റ്ഷിപ്പ് കൗൺസിൽ പ്രവർത്തനരഹിതമായി.